CPIM അംഗത്വമെടുക്കാൻ KT ജലീൽ പാർട്ടിയിൽ സജീവമാകാനുള്ള തീരുമാനത്തിന് പിന്നാലെയാണ് അംഗത്വമെടുക്കാൻ ഒരുങ്ങുന്നത്. ശാന്തകുമാർ വെളാലത്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ശാന്തകുമാർ, ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് CPIMുമായി അകലുന്നു ജലീൽ എന്ന വ്യാജ പ്രചാരണം ഉണ്ടാവുകയും അതിനെ തുടർന്ന് അദ്ദേഹം തന്നെ ഒരു പരസ്യ പ്രതികരണം രംഗത്ത് വരികയും ചെയ്തിരുന്നു. താൻ മരണം വരെയും കമ്മ്യൂണിസ്റ്റ് അനുഭവയെ തന്നെ തുടരുമെന്ന്. ഇപ്പോൾ അംഗത്വമെടുത്ത സജീവ പാർട്ടി പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലേ? തീർച്ചയായും അത് തന്നെയാണ് അരുണ്യ. KT ജലീലിനെ സംബന്ധിച്ചോളം KTയിൽ 2006 മുതൽ ഇടത് സ്വതന്ത്രനായി തന്നെയാണ് മത്സരിച്ചിരുന്നത്. ആദ്യം കുറ്റിപ്പുറത്തും പിന്നീട് തവനൂർ മണ്ഡലം രൂപീകരിച്ച ശേഷം തവനൂരിലും. ഇത്തവണ 2026 മാത്രമാണ് അദ്ദേഹം പരാജയപ്പെടുന്നത്. നേരത്തെ മുസ്ലിം ലീഗിൽ നിന്നുമാണ്, മുസ്ലിം ലീഗുമായിട്ടുള്ള പള്ളപ്പിണക്കത്തെ തുടർന്നാണ് അവിടെ നിന്നും പോകുന്നത്. ഇവിടെ ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുകയും പിന്നീട് ഇടത് MLA ആവുകയും ചെയ്ത് ഒരിക്കലും മന്ത്രിയുമായി. അദ്ദേഹം ഇപ്പോൾ പരാജയപ്പെട്ടതിന് ശേഷമാണ് CPIMുമായി അകലാൻ പോകുന്നു, അല്ലെങ്കിൽ അകലുന്നു എന്നുള്ള ഒരു വലിയ തോതിലുള്ള പ്രചരണവും ഉയർന്നിരുന്നു. അത് അദ്ദേഹം തന്നെ ആ കാര്യങ്ങൾ വിശദീകരിക്കുകയും അതിനെതിരെ രംഗത്ത് വരികയും ഒക്കെ ചെയ്താണ്. അതാണ് ഇപ്പോൾ അദ്ദേഹം CPIMന്റെ അംഗത്വം എടുക്കാൻ കൂടി അദ്ദേഹം ഒരുങ്ങുന്നു എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്ന ജില്ലാ നേതൃത്വത്തെ ഇത് സംബന്ധിച്ച താല്പര്യവും അറിയിച്ചിട്ടുണ്ട്. KT ജലീലിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തോടൊപ്പം തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ 20 വർഷത്തിലധികമായി. ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുമ്പോൾ തന്നെ CPIMന്റെ അംഗത്വം ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം CPIMന്റെ ഭാഗമായി തന്നെയായിരുന്നു മുഴുവൻ കാലവും പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ CPIMന്റെ അംഗത്വം കൂടി എടുക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് CPIMനെ സംബന്ധിച്ചിടത്തോളം ജില്ലയിൽ ഒരു പ്രധാനപ്പെട്ട നേതാവ്, ഒരു പ്രധാനപ്പെട്ട ആൾ CPIMന്റെ നേതൃനിരയിലേക്ക് വരാൻ ഉതകുന്ന വിധത്തിലുള്ള ഒരാൾ കൂടിയാണ് KT ജലീൽ എന്നുള്ള യാതൊരു തർക്കമില്ല. അതുകൂടി കണക്കിലെടുത്ത് തന്നെയായിരിക്കും CPIM KT ജലീലിന് അംഗത്വം നൽകുക എന്നുള്ളത്. അത് KT ജലീലിന്റെ കൂടി താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അംഗത്വം നൽകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും. അരുണ്യ, ശരി. ശാന്തകുമാർ വെള്ളാലത്താണ് വിശദാംശങ്ങൾ നൽകിയത്.